ലേ ഓഫ് ലിസ്റ്റ് പേര് വന്ന് പൊക്കോളാൻ പറഞ്ഞതാണ്. അത് കണ്ട മൂപ്പരാകെ ഒരു വിഷമം. ഇനിയും അതുപോലെ പേര് വന്നപ്പോ എന്താ പറയാ, നമുക്കൊന്നും പറയാൻ പറ്റൂല. പോയാ പോയി. നമ്മുടെ അമ്മ ഞങ്ങൾ ഇന്ന് വിളിച്ചിട്ടേ, നിങ്ങൾ ഇപ്രാവശ്യത്തെ ലേ ഓഫ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ട് പറയാം, നിങ്ങൾ എന്താ ചെയ്യാൻ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അത് ചിന്തിച്ചായിരുന്നു. ഇന്ന് ഞാൻ ചുമ്മാ താഴത്തേക്ക് ഒരു ചാവടിക്ക് ഇറങ്ങിയതാ. ചാവടിക്ക് ഇറങ്ങിയപ്പോൾ ഒരു മച്ചാനെ കണ്ടായിരുന്നു. അല്ല, ടിപ് ടോപ്പ് ലുക്കിൽ ഒരു പൊളി മച്ചാൻ. അപ്പൊ ഞാൻ മുമ്പ് സെയിൽസാണ് ഈ കണ്ടപ്പനെ തോന്നിയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചു എവിടെ വർക്ക് ചെയ്യാൻ. മുമ്പ് ഒരു കമ്പനിയിൽ ലോണിന്റെ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. കുറച്ചു മുമ്പ് ലേ ഓഫ് ലിസ്റ്റ് വന്നു, അതിൽ മൂപ്പരെ പേരുണ്ടെന്നാണ്. എന്നിട്ട് കേട്ട ഭാഗം പോലെ. അപ്പൊ ഞാൻ എന്താ പറ്റി വെച്ചു, മൂപ്പര് പറഞ്ഞു കഴിഞ്ഞ മാസം ടോപ്പ് പെർഫോമർ ലിസ്റ്റിൽ പേരുണ്ടാകുന്ന ആളാണ്. അപ്പോൾ ഇപ്രാവശ്യം ലിസ്റ്റ് വന്നതിൽ ബാക്കി എല്ലാവരും ടോപ്പ് പെർഫോമിങ്ങിലുള്ള ആളാണ്, മൂപ്പരുടെ പേരും അതിൽ കയറി വന്നു എന്നാണ്. അത് അവിടുത്തെ മാനേജറായിട്ട് മൂപ്പര് എന്തോ തടസ്സമൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പേരിൽ മൂപ്പര് ജോലി. അപ്പൊ ഞാൻ എന്തൊക്കെ പേര് ജോബ് സെക്യൂരിറ്റി ഉള്ള നമുക്കൊക്കെ. ഇപ്പൊ ഞാൻ എന്നെ മൂപ്പര സ്പേസ്, ഞാൻ പെട്ടെന്ന് ഇന്നെ മൂപ്പര സ്പേസിലൊന്ന് ചിന്തിച്ച് നോക്കി. ഇന്റെ പണി എങ്ങാനും ഇതുപോലെ വിളിച്ചിട്ട് ടെർമിനേറ്റഡ് ആയി അല്ലെങ്കിൽ ജോബ് പോയി എന്ന് പറയുകയാണെങ്കിൽ എന്താ ചെയ്യാന്ന്. നമ്മളാണെങ്കിൽ ഇപ്പൊ ശമ്പളം കൊണ്ട് ഈ ശമ്പളം കൊണ്ട് റോൾ അടുത്ത ശമ്പളം വരുന്നവരെ ബാക്കി കാര്യങ്ങൾ അത് ശരിയാവും അങ്ങനെയൊക്കെ എന്നൊക്കെ പ്ലാൻ ചെയ്ത് ശമ്പളം വരുന്നതിന് മുമ്പ് പ്രീ പ്ലാൻ ചെയ്ത് ഓടണ ടീംസാണ് ഞാനൊക്കെ. 5-10 മാറ്റി വെക്കാന്നൊക്കെ വിചാരിച്ചാൽ അതും ചെയ്തിട്ടില്ല എത്ര കാലമായിട്ട്. ആ കൊറോണ കഴിഞ്ഞൊരു സമയത്ത് വന്നൊരു ചോട്ടാണ്, ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും മാറ്റണം, 100-200 മാറ്റി വെക്കണം. കുറച്ച് കാലൊക്കെ മാറ്റി വെച്ചാൽ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അത് പോയി. ഇപ്പൊ യുദ്ധം വന്നു. ഈ ഒരു ക്രൈസിസിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനോട് പണി പോയാൽ എനിക്കെന്നെ തോന്നി എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കണം. മാറ്റി വെക്കണവരുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം കേട്ടോ. വലിയൊരു ഇതാണ്. എന്നെ കൊണ്ടൊന്നും പറ്റിയിട്ടില്ല ഇതുവരെ. ചെയ്യാത്തവരുണ്ടെങ്കിൽ നമുക്കായിട്ട് എന്തെങ്കിലും മാറ്റി വെച്ചാൽ ഇങ്ങനെ ഒരു ക്രൈസിസ് ഒക്കെ വരുമ്പോൾ കുറച്ച് കാലം തള്ളാം. കാശുള്ളവന് വലിയ പ്രശ്നമില്ല, അത്യാവശ്യം ബാക്കപ്പ് പ്ലാൻ അല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് സാലറി മേടിക്കാനൊന്നും കുഴപ്പമില്ല. എന്നെ പോലെ ചെറുതായിട്ട് ശമ്പളം മേടിക്കണം, 10,000-3,000-4,000 ഒക്കെ ശമ്പളം മേടിക്കണോ അല്ലെങ്കിൽ അതിനും താഴെ മേടിക്കണവരെ കാര്യമൊക്കെ 10-100 മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്രൈസിസിൽ യൂസ് ആവും. ഇല്ലെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും സെക്കൻഡറി സോഴ്സ് ആക്കി സ്റ്റാർട്ട് ചെയ്യാലോ. അങ്ങനെ ചെയ്യാം. എന്തായാലും മൂപ്പര സിറ്റുവേഷൻ മൂപ്പരോട് വരുമ്പോൾ കയ്യൊക്കെ കൊടുത്ത് പറഞ്ഞ് സെറ്റ് ആവും. കാരണം മൂപ്പര ആകെ ഡെസ്പായി, മൂപ്പര പൈസ ഒക്കെ ആകെ, ഇവർക്ക് ജോലി പോയാലല്ല വിഷമം. അപ്പോൾ എന്തൊരു ഇതിലാണ് പേര് വന്നതെന്ന് പറയാത്തതിൽ ചോദിച്ചപ്പോൾ അതൊന്നും പറഞ്ഞില്ല. ലേ ഓഫ് ലിസ്റ്റ് പേര് വന്ന് പൊക്കോളാൻ പറഞ്ഞതാണ്. അത് കണ്ട മൂപ്പരാകെ ഒരു വിഷമം. ഇനിയും അതുപോലെ പേര് വന്നപ്പോ എന്താ പറയാ, നമുക്കൊന്നും പറയാൻ പറ്റൂല. പോയാ പോയി. അപ്പോ എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കാം. നമുക്കായിട്ട് എന്തെങ്കിലും മാറ്റി വെച്ചാൽ ഇങ്ങനെ വലിയ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ കവറപ്പ് ചെയ്യാൻ പറ്റും ഒരുവിധമൊക്കെ.